ഹലോ ദീപു. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് അരുണിമ വിളിച്ചത്. ആ അരുണിമേ, എന്തായി നേരത്ത്? എൻ്റെ നമ്പർ ഉണ്ടായിരുന്നോ? അറിയാനുള്ള ആകാംക്ഷയിൽ ദീപു ചോദിച്ചു. ഇടയ്ക്കിടെ തൻ്റെ നോട്ടം വഴിവെക്കിലെ വേലിക്കെട്ടിലേക്ക് ഭയത്തോടെ എറിഞ്ഞുകൊണ്ട് അരുണിമ സ്വരം താഴ്ത്തിയിട്ട് പറഞ്ഞു. ഞാൻ മഹയുടെ കയ്യിൽ നിന്ന് ആദ്യമേ വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചത് അവിടെ ഗിരിയേട്ടൻ എത്തിയില്ലല്ലോ അല്ലേ? ഇല്ല ദീപു, എന്താ? ഗിരിയുടെ പേരെടുത്ത് ചോദിച്ചപ്പോൾ അരുണിമയുടെ മുഖത്ത് ആദ്യം വ്യാപിച്ചു. അയ്യോ, പേടിക്കാനൊന്നുമില്ല. ഞാൻ ഇന്ന് മഹയെ കൂട്ടി റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മുടെ പ്രേമം സക്സസ് ആയാൽ അവൻ ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അവിടെ വെച്ച് ഞാൻ തൻ്റെ ഏട്ടനെ കണ്ടു, കൂടെ താൻ പറഞ്ഞാൽ മറ്റവനും. ആര്? തൻ്റെ ഏട്ടൻ തനിക്ക് വേണ്ടി കണ്ടെത്തിയില്ലേ ഒരാളെ? ആ പ്രവി, അവനെയോ? എന്നിട്ട് ഏട്ടൻ നിങ്ങളെ കണ്ടോ? ഞങ്ങളെ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ തൻ്റെ ഏട്ടൻ്റെയും അവൻ്റെയും ഡയലോഗടി മൊത്തം ഞാൻ കേട്ട്. അവൻ ആ പ്രവി ഗിരിയേട്ടനെ നന്നായി കയ്യിലെടുക്കുന്നുണ്ട്. ഇപ്പം പോകുന്ന കാണും തനിക്കുള്ള ചിക്കൻ പാഴ്സലും കൊണ്ട്. അവൻ പ്രത്യേകം വാങ്ങിച്ചു കൊടുത്തത്. ആണോ ദീപു? അതൊക്കെ അവിടെ ഇരുന്നപ്പോൾ ആകെ തലയ്ക്ക് തീ പിടിച്ച പോലെ തോന്നി. ഞാൻ വിളിച്ചത് വേറൊരു കാര്യം കൂടി ചോദിക്കാനാ. എടോ, വൈകിട്ട് വന്നിട്ട് ഗിരിയേട്ടന് തന്നെ തല്ലിയായിരുന്നു. അതും ഞാൻ പറയുന്നത് കേട്ട്. അത് പോട്ടെ ദീപു, ഒരു കേസ് കൊടുത്ത് നല്ല ഈട്ടി ഇടിപ്പിക്കണം. ഇങ്ങനെയുള്ളവന്മാർക്കിട്ട് നല്ലത് കൊടുക്കണം അരുണിമേ. അതൊന്നും വേണ്ട ദീപു, ഏട്ടന് സ്വയം തോന്നുമ്പോൾ നന്നാവട്ടെ, അല്ലാതെ ഒന്നും വേണ്ട. ആ ശരി, സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്ക്. ഞാൻ വയ്ക്കാം, ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റാ. ദീപു അത്ര സുഖമില്ലാത്ത രീതിയിൽ ഫോൺ വെച്ചു കളഞ്ഞു. ഫോണും കൊണ്ട് 2 മിനിറ്റ് അരുണിമ ആലോചനയിലായിപ്പോയി. ആരാ അച്ചു? അമ്മ അടുക്കളയിൽ നിന്ന് വന്ന് ചോദിച്ചു. അമ്മേ, അത് പിന്നെ ദീപുവോ? ദീപു അതാരാ? അമ്മ പെട്ടെന്ന് മറന്നുപോയോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആളെ പറ്റി. അവനെന്താ? അപ്പോഴേക്കും പുറത്തൊരു മുരൾച്ച കേട്ട് അരുണിമ വേഗം വിഷയം. എന്താടി? അമ്മ സ്വകാര്യത്തിൽ ചോദിച്ചു. അമ്മേ, ഏട്ടൻ വന്നു. ഞാൻ പിന്നെ എല്ലാം പറയാം, ഏട്ടനൊന്നും അറിയണ്ട. അതും പറഞ്ഞ് ഒന്നും അറിയാത്ത പോലെ അരുണിമ അടുക്കളയിലേക്ക് ചെന്ന് പാത്രം കഴുകൽ തുടർന്നു. ഗിരി നേരെ ചെന്ന കയറിയത് അടുക്കളയിലേക്ക് തന്നെയായിരുന്നു. ഗിരിയെ കണ്ടപ്പോൾ കയ്യിലെ പൊതി അരുണിമ ശ്രദ്ധിച്ചു. ഓ, ഇതാകാ വൃത്തികെട്ടവൻ തനിക്ക് വേണ്ടി വാങ്ങിത്തന്ന പാഴ്സൽ. എന്താണ് ഉരുപ്പേ നീ ഇങ്ങനെ നോക്കുന്നത്? ഗിരി ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ, നോക്കാൻ പാടില്ലെന്ന നിയമമൊന്നുമില്ലല്ലോ. ഉണ്ടടേ, ഈ വീട്ടിൽ ഗിരിക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് തള്ളേമോളെ മുന്നോട്ട് പോയാൽ മതി. പിന്നെ ഞാനിന്ന് പ്രവിയെ കണ്ടിരുന്നു. ചായ കുടിക്കാൻ ഞങ്ങൾ 2 ഹോട്ടലിൽ കയറിയപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് പ്രത്യേകം എന്തോ വാങ്ങി തന്നിട്ടുണ്ട്. ചിക്കനാണെന്നാ തോന്നുന്നത്. അരുണിമയുടെ അമ്മ പിറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ ഇനി അടുത്ത ബഹളം ഉണ്ടാവണമെന്ന് കരുതി ഗിരിയുടെ അടുത്തേക്ക് ചെന്ന് പൊതി വാങ്ങാൻ കയ്യും വീട്ടിൽ നിന്നു. അവളോട് വന്ന് വാങ്ങാൻ പറയേ, അവൾക്ക് വേണ്ടി പ്രവി വാങ്ങി തന്നല്ലേ. നിങ്ങൾ അവിടെ പോയി നിൽക്ക് തള്ളേ. അമ്മ അരുണിമയുടെ അടുത്ത് ചെന്ന് പതിയെ പറഞ്ഞു. മോളെ, നീ അത് വാങ്ങിയേക്ക്. എനിക്ക് നീ ഇഷ്ടമില്ലെങ്കിൽ കഴിക്കണ്ട. അരുണിമയുടെ നിൽപ്പ് കണ്ടാലറിയാം ആ പ്രവിയോടുള്ള വെറുപ്പ് മുഴുവൻ പ്രകടമാക്കിക്കൊണ്ടുള്ള നിൽപ്പാണെന്ന്. പിന്നെ അമ്മ നിർബന്ധിച്ചപ്പോൾ ഗിരിയുടെ അടുത്തേക്ക് അവൾക്ക് ചെല്ലേണ്ടി വന്നു. ഇന്നാ കൊണ്ടുപോയി തിന്ന്. അരുണിമ മടിച്ചാണെങ്കിലും ആ കവറ് വാങ്ങി. കൊള്ളാം, ചെക്കന് ഇഷ്ടമല്ലെങ്കിലും ചെക്കൻ വാങ്ങി തന്ന ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതും പറഞ്ഞ് ഗിരി പ്രവിയെ ഫോം വിളിക്കാൻ ഉമ്മറത്തേക്ക് ഇറങ്ങി.